രാവിലെ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അലക്സിയുടെ കോൾ വന്നത്. ഞാൻ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു. ഹലോ ജോൺ. ഹലോ അലക്സി, കുറെ നാളായല്ലോ കണ്ടിട്ട്. ഇപ്പൊ എവിടെയാ? ഒന്നും പറയണ്ട ജോൺ, ഇപ്പൊ കോട്ടയത്താ. ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ആഗ്രഹം പോലെ തന്നെ രജിസ്ട്രേഷൻ നടപടിയൊക്കെ പൂർത്തിയായി. ഓഫീസ് തുടങ്ങുകയും ചെയ്തു. പക്ഷേ 1 വർഷത്തോളമായിട്ടും അത്ര നല്ല കേസുകളൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. കിട്ടുന്ന ആട്ടെ അവിഹിതം കണ്ടുപിടിക്കലും ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ. എല്ലാം നിർത്തി പോകണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. കഴിഞ്ഞ ദിവസം അത്യാവശ്യം നല്ലൊരു കേസ് തന്നെ വന്നു. അപ്പോഴാ ഞാൻ നിങ്ങളെ ഓർത്തത്. കോളേജ് മാഗസിനിൽ നിങ്ങളെന്ന് എഴുതിയ ഒറ്റക്കണ്ണൻ ബ്രൂണോ എന്ന കഥ ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും അതൊക്കെ ഓർത്തിരിക്കുന്നല്ലോ അലക്സി. നിങ്ങളുടെ എഴുത്തിൽ ആകാംക്ഷ നിറയ്ക്കുന്ന ഓരോ വരികളും എനിക്ക് ഓർമ്മയുണ്ട് ജോൺ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ നിങ്ങളെ വിളിച്ചത്. സന്തോഷം, നിങ്ങളെന്നെ ഓർത്തല്ലോ. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കേസ് വളരെ രസകരമായ ഒന്നാണ് ജോൺ. അതുപോലെ തന്നെ നിഗൂഢത നിറഞ്ഞതും. ഈ കേസ് അന്വേഷണം തീരുന്നതുവരെ നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസിനെ പറ്റിയുള്ള വിവരണങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കാമായിരുന്നു. എന്തു പറയുന്നു? ഞാനൊന്ന് ആലോചിച്ച ശേഷമാണ് മറുപടി പറഞ്ഞത്. അലക്സി, പ്രായം ഇത്രയായിട്ടും ജോലിയൊന്നും ആകാത്ത എൻ്റെ ഫ്രസ്ട്രേഷൻ ശരിക്കും അലട്ടുന്നുണ്ട്. സത്യം പറഞ്ഞ അങ്ങോട്ട് വരാനുള്ള വണ്ടിക്കൂലി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. എഴുതുന്ന ഓരോ വരിക്കും കൃത്യമായ പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഞാനൊരൊറ്റത്തടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എൻ്റെ കൂടെ താമസിക്കാം. അപ്പനായിട്ട് കുറച്ച് കാശുണ്ടാക്കി ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിഷ്ടപ്പെട്ട ജോലി ആസ്വദിച്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാനൊന്ന് ആലോചിച്ച് നോക്കി. തീർച്ചയായും കേസ് അന്വേഷണം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അലക്സി ആണെങ്കിൽ നിത്യജീവിതത്തിൽ പോലും ഹോംസിനെ മാതൃകയാക്കുന്ന ഒരാളുമാണ്. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്കത് അറിയുകയും ചെയ്യാം. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുക തീർച്ചയായും വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ജോൺ, സർ ആർതർ കോനൻ ഡോയിലിന്റെ അതിമനോഹരമായ നറേഷൻ ഒന്നുകൊണ്ട് മാത്രമല്ലേ ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെ പുറംലോകം അറിഞ്ഞത്? അത്രയും പ്രശസ്തിയൊന്നും ലോകത്താർക്കും ഇനി കിട്ടാനും പോകുന്നില്ല. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ ജോൺ? ഇതുപോലുള്ള നല്ല കേസുകൾ കിട്ടിയാൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. എന്തു പറയുന്നു? ശരി, ഞാൻ വരാം അലക്സി. ഓഫീസ് കോട്ടയത്ത് എവിടെയാ? അതൊക്കെ പറയാം. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറയും. ജോലിയിൽ പ്രവേശിച്ചാൽ ആദ്യം അഡ്വാൻസ് കൊടുക്കണമെന്നാണ്. ഞാൻ ചിരിച്ചു. എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് വരെയും അയാൾ എന്നെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. 20,000 രൂപയാണ് എനിക്ക് അലക്സി അഡ്വാൻസ് ചെയ്തത്. മറ്റൊരു തരത്തിൽ നോക്കിയാൽ ആ കാശ് എനിക്ക് വളരെ അത്യാവശ്യവുമായിരുന്നു. പിറ്റേന്ന് തന്നെ ഞാൻ കോട്ടയത്തേക്ക് ബസ് കയറി. അയാൾ പറഞ്ഞ ലൊക്കേഷനിൽ ചെന്ന് ഓഫീസ് കണ്ടുപിടിച്ചപ്പോഴേക്കും ഏകദേശം 1 മണി കഴിഞ്ഞിരുന്നു. എന്നെ കണ്ട ഉടനെ അയാൾ ഓടി വന്ന് എൻ്റെ കയ്യിലിരുന്ന ലഗേജ് എടുത്ത് ഷെൽഫിലേക്ക് ഇട്ടു. ഞാൻ അയാളുടെ ഓഫീസ് നേരാമണ്ണം നോക്കിക്കാണുകയായിരുന്നു. ഒരു ഡിറ്റക്റ്റീവ് ഓഫീസിന് ആവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അയാൾ അവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ജോൺ, നിങ്ങൾ അല്പം തടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏയ്, കുറെ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് അലക്സിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലപോലെ മെലിഞ്ഞെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ ജോൺ, കഴിഞ്ഞ വർഷമൊന്നും നിങ്ങളെ കാണാഞ്ഞതുകൊണ്ട് ഞാൻ തർക്കിക്കാനൊന്നും നിൽക്കുന്നില്ല. ആട്ടെ, നിങ്ങൾ ഫുഡ് കഴിച്ചോ? കഴിച്ചു. നിങ്ങളോ? കഴിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ അസുഖം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് ജോൺ. അതേത് അസുഖം? വിശപ്പിന്റെ അസുഖം. ഞാൻ ചിരിച്ചുപോയി. നിങ്ങൾ ഫോണിൽ സംസാരിച്ചപ്പോൾ ഒരു കേസിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ആഹാ, വന്ന ഉടനെ തന്നെ കേസിനെ പറ്റിയാണല്ലോ ചോദ്യം. ഞാൻ ചിരിച്ചു. ശരി, ഞാൻ പറയാം. പക്ഷേ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ മൂഡിന് വേണ്ടി ഞാനൊന്ന് പോയിച്ചോട്ടെ. ഞാൻ തലകുലുക്കി. അയാൾ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അയാൾ എന്നെ കാണാൻ ഇവിടെ വന്നത്. താൻ കേരള പോലീസിൽ നിന്നും DCP ആയി വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണെന്നും പേര് മാത്യു എബ്രഹാം എന്നാണെന്നും അയാൾ പരിചയപ്പെടുത്തി. ഹയർ റാങ്കിൽ ജോലിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കാണേണ്ട ആവശ്യം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരെത്തും പിടിയും കിട്ടിയിരുന്നില്ല. ഞാൻ അയാളോട് കാര്യം അന്വേഷിച്ചു. ഒരക്ഷരവും മറുപടി പറയാതെ അയാൾ എൻ്റെ നേരെ ഒരു കവർ എടുത്ത് നീട്ടി. പറഞ്ഞു നിർത്തിയ ശേഷം അലക്സി എൻ്റെ നേരെ ഒരു എൻവലപ്പ് എടുത്ത് നീട്ടി. ഇതായിരുന്നു ആ കവർ. ഞാനത് വാങ്ങിയ ശേഷം തുറന്നു നോക്കി. അതിനുള്ളിൽ 3 ഫോട്ടോകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ഫോട്ടോ ഒരല്പം പഴക്കമുള്ള ഒന്നായിരുന്നു. ചിത്രത്തിൽ നിറങ്ങൾ കുറവായതുകൊണ്ടും മൊത്തത്തിലൊരു വ്യത്യസ്തമായ കളർ ടോണിലായിരുന്നതുകൊണ്ടും പണ്ടുകാലത്ത് ഏതോ ക്യാമറ ഉപയോഗിച്ചെടുത്തതായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളിൽ എവിടെയോ ഉള്ളൊരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു ആ ചിത്രത്തിന്റെ ഉള്ളടക്കം. പക്ഷെ വെള്ളം വീണതുകൊണ്ടോ കാലപ്പഴക്കം കൊണ്ടോ ആ ചിത്രം വല്ലാണ്ട് നശിച്ചൊരവസ്ഥയിലായിരുന്നു. എങ്കിലും അതിലെ പള്ളിയും മീനാരവും യേശുക്രിസ്തുവിന്റെ രൂപവുമൊക്കെ ഊഹിച്ചെടുക്കാവുന്ന വിധത്തിൽ തന്നെയായിരുന്നു. ഞാനത് മാറ്റിവെച്ച ശേഷം
രണ്ടാമത്തെ ഫോട്ടോ കവറിൽ നിന്ന് എടുത്തു നോക്കി. കിളിക്കൂടിന്റെ ആകൃതിയിലുള്ള ഒരു വീടിന്റെ ചിത്രമായിരുന്നു അതിലെ പ്രതിപാദ്യം. ആദ്യ ചിത്രത്തിലെ പള്ളിയെ പോലെ തന്നെ ഇതിന്റെ ഘടനയും പാശ്ചാത്യ രാജ്യങ്ങളിലേതുപോലെയാണ് തോന്നിയത്. അതും നശിച്ചിരുന്നുവെങ്കിലും ആദ്യ ഫോട്ടോയുടെ അത്രയും ഡാമേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സാമാന്യം നല്ല രീതിയിലുള്ള പഴക്കം അതിനും തോന്നിച്ചിരുന്നു. ആദ്യത്തെ ചിത്രത്തെ അപേക്ഷിച്ച് നോക്കിയാൽ രണ്ടാമത്തെ ചിത്രം പൂർണ്ണമായും കളർഫുൾ ആയിരുന്നു. എന്നാൽ ആദ്യത്തേതിനെ പോലെ പ്രത്യേകിച്ച് കളർട്ടോണൊന്നും തോന്നിയിരുന്നുമില്ല. പണ്ടത്തെ ഏതോ ക്യാമറ ഉപയോഗിച്ച് തന്നെയായിരിക്കണം അതും പകർത്തിയിരിക്കുന്നതെന്ന് ഞാൻ ഊഹിച്ചു. എന്നാൽ ആദ്യത്തെ ചിത്രം എടുക്കാൻ ഉപയോഗിച്ച ക്യാമറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടാമത്തേത് കുറച്ചുകൂടി പുതിയ വെർഷൻ തന്നെയായിരിക്കണം. ആ വീടിന്റെ മുന്നിൽ കണ്ണാടിക്കൂട്ടിനുള്ളിലായി യേശുക്രിസ്തുവിന്റെ വളരെ ചെറിയൊരു പ്രതിമയുണ്ടായിരുന്നുവെന്ന കാര്യം ചിത്രത്തിന്റെ അവ്യക്തതയ്ക്കിടയിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഞാൻ മൂന്നാമത്തെ ഫോട്ടോ കയ്യിലെടുത്തു. ഇത്തവണ വളരെ വ്യത്യസ്തമായ പ്രമേയമായിരുന്നു ആ ചിത്രത്തിന് അവകാശപ്പെടാനുണ്ടായിരുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏതോ ഒരു 2 നില വീടിന്റെ ഫ്രണ്ട് വ്യൂ ആയിരുന്നു അതിലെ ഉള്ളടക്കം. മറ്റു 2 ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ അത് വളരെ വ്യക്തതയുള്ളതും ലെവലേശം നശിച്ചിട്ടില്ലാത്തതുമായ ഒന്നായിരുന്നു. ആ ചിത്രമെടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാധുനിക DSLR ക്യാമറകളിൽ ഏതോ ആയിരിക്കുമെന്നത് 100% ഉറപ്പുള്ള കാര്യമായിരുന്നു. ചിത്രത്തിൽ കാണുന്ന വീട് ഫോട്ടോ എടുക്കാൻ ഉപയോഗിച്ചിരുന്ന ക്യാമറയിൽ നിന്നും നല്ല ദൂരത്തിലും എന്നാൽ ഫോട്ടോഗ്രാഫറുടെ വീക്ഷണരേഖയിൽ നിന്നും നല്ല താഴ്ചയിലുമായിരുന്നു. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും വെള്ള പെയിന്റാണ് പൂശിയിരുന്നത്. കാർപോർച്ചിലായി കറുത്ത നിറത്തിലുള്ളൊരു പഴയ കോണ്ടസ കാർ കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരു ട്രാൻസ്ഫോമറിന്റെ അറ്റം ചിത്രത്തിന്റെ ഇടതുഭാഗത്തായി തീരെ വ്യക്തത കുറഞ്ഞ നിലയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫോമറിന് ചുറ്റുമുള്ള മെറ്റൽ കമ്പികളിൽ വിരലിലെണ്ണാവുന്ന കുറച്ചെണ്ണവും അതിന് മുകളിലായി സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചു വെച്ചിരുന്നൊരു ചുവന്ന മെറ്റൽ ഷീറ്റും അതിൽ വരച്ചിരുന്ന അപായ ചിഹ്നവും വ്യക്തത കുറഞ്ഞ നിലയിലാണ് പതിഞ്ഞിരുന്നതെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. ഞാൻ 3 ഫോട്ടോകളും മേശപ്പുറത്തിട്ട ശേഷം അലക്സിയെ നോക്കി. അയാൾ വലിച്ചു തീർന്ന സിഗരറ്റ് കുത്തി അണയ്ക്കുകയായിരുന്നു. അപ്പോൾ അലക്സി, 3 ചിത്രങ്ങളും ഞാൻ കണ്ടു. പക്ഷേ എന്താണ് ചിത്രങ്ങൾക്കുള്ള പ്രത്യേകതയെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. അയാളൊന്ന് ചുമച്ച ശേഷം എന്നോട് ആ ചിത്രങ്ങളുടെ കഥ പറയാൻ ആരംഭിച്ചു. 1990 മുൻപ് ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പിൽ KSEBയുടെ അധീനതയിലായിരുന്ന ഒരു പഴയ കെട്ടിടത്തിലാണ് ജില്ലയിലെ പ്രധാന പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ 90 ആയപ്പോൾ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഈ സ്റ്റേഷൻ ചെറുതോണിയിലെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുകയുണ്ടായി. ആ സമയത്താണ് കോട്ടയം സ്വദേശിയായ മാത്യു സബ് ഇൻസ്പെക്ടറായി അവിടെ ചാർജ് എടുക്കുന്നത്. കുടുംബസമേതം ഇടുക്കിയിലേക്ക് താമസം മാറ്റിയ അയാൾക്ക് അവിചാരിതമായ ഒരു കത്ത് കിട്ടുന്നതാണ് ഈ കേസിന്റെ തുടക്കം. പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്നും ആ കത്ത് വാങ്ങുമ്പോൾ അയാൾ ശരിക്കും അമ്പരന്നു. അയാളുടെ പുതിയ വാടക വീടിന്റെ മേൽവിലാസമാണ് അതിൽ എഴുതിയിരുന്നത്. ആകാംക്ഷയോടെ അയാൾ അത് പൊട്ടിച്ചു നോക്കി. അന്നതിലുണ്ടായിരുന്ന സാധനമാണ് ജോൺ നേരത്തെ കണ്ട പള്ളിയുടെ ഫോട്ടോ. ഞാൻ ആ ചിത്രം ശ്രദ്ധിച്ചു നോക്കി. എന്നാൽ നേരത്തെ മനസ്സിലാക്കിയതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ എവിടെയോ ഉള്ളൊരു പള്ളിയുടെ ഫോട്ടോ അയാൾക്ക് അയക്കേണ്ട കാര്യം എന്താണെന്നതായിരുന്നു എന്നെ അലട്ടിയ ചിന്ത. ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അയാൾ ശരിക്കും ടെൻഷനായി. ജോൺ, ഇങ്ങനെ ഒരു ചിത്രം തനിക്ക് അയക്കേണ്ട കാര്യം ആർക്കാണുള്ളതെന്ന് ചിന്തിച്ചു നോക്കിയിട്ട് അയാൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. അയാൾ കോട്ടയത്ത് നിന്ന് താമസം മാറിയ വിവരം അയാളുടെ ചുരുക്കം ചില സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ആ കാര്യമാണ് അയാളെ കൂടുതൽ കുഴപ്പിച്ചത്. പ്രണയവിവാഹമായിരുന്നതിനാൽ അയാളുടെ ഭാര്യയുടെ ബന്ധുക്കളുമായി തീരെ സ്വരച്ചേർച്ചയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ കോട്ടയത്ത് നിന്ന് ഇടുക്കിയിലേക്ക് താമസം മാറ്റിയ വിവരം അവരിൽ ഒരാളെയും അറിയിച്ചിരുന്നുമില്ല. അലക്സി പറഞ്ഞു നിർത്തി. എന്നിട്ട് എനിക്ക് ആകാംക്ഷ അടക്കാൻ സാധിച്ചില്ല. അയാളൊരു പോലീസ് ഓഫീസറല്ലേ ജോൺ? അങ്ങനെ ഒരു ഫോട്ടോയിൽ അയാൾക്ക് ദുരൂഹത തോന്നിയില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ട കാര്യമുള്ളൂ. സ്റ്റേഷനിലുള്ള തന്റെ സഹപ്രവർത്തകരുമായെല്ലാം ആ ചിത്രത്തെപ്പറ്റി ഡിസ്കസ് ചെയ്തു. പക്ഷേ ഫോട്ടോയിലെ ഉള്ളടക്കമായ പള്ളി ഏതു രാജ്യത്തുള്ളതാണെന്ന് മാത്രം അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. പോസ്റ്റൽ സീൽ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി നോക്കിയെങ്കിലും പട്ടത്തുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ചെന്നെത്തുന്നതുവരെ മാത്രമേ ആ അന്വേഷണം നീണ്ടു നിന്നുള്ളൂ. ഫോട്ടോ കിട്ടിയ ശേഷം അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചിരുന്നു അലക്സി? അതാണ് ഈ കേസിൽ ഏറ്റവും രസമുള്ള കാര്യം. ഈ ഫോട്ടോ വന്നതിന് ശേഷം അയാൾക്കോ അയാളുടെ കുടുംബാംഗങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായതേയില്ല. കാലക്രമേണ ഇങ്ങനെ ഒരു സംഭവം നടന്ന കാര്യം പോലും അവർ മറന്നുപോവുകയും ചെയ്തു. ഒരു കൗതുകം തോന്നിയതിന്റെ പേരിൽ അയാൾ എന്ന ചിത്രം തന്റെ ആൽബത്തിലെ മറ്റു ഫോട്ടോകളുടെ കൂട്ടത്തിൽ സൂക്ഷിച്ചു വെച്ചുവെന്ന് മാത്രം. അപ്പൊ പിന്നെ ബാക്കിയുള്ള ഈ 2 ചിത്രങ്ങളോ? അതിലേക്കാണ് ഞാൻ വരുന്നത് ജോൺ. ആ സംഭവം കഴിഞ്ഞ് പല കാലഘട്ടങ്ങളിലായി മാത്യുവിന് പല ജില്ലകളിലേക്കുമൊക്കെ ട്രാൻസ്ഫർ കിട്ടുകയും
തന്റെ കുടുംബത്തോടൊപ്പം അങ്ങോട്ടെല്ലാം താമസം മാറേണ്ട അവസ്ഥയുണ്ടാവുകയും ചെയ്തു. ജീവിതം കൂടുതൽ സുഖകരമായി മുന്നോട്ട് പോകുന്തോറും അവരുടെ ബന്ധുക്കളിൽ നിന്നെല്ലാം അവർ പൂർണ്ണമായും വേർപെട്ട് കഴിഞ്ഞിരുന്നു. 2003 പത്തനംതിട്ടയിലെ താഴെ വെട്ടിപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കുന്ന സമയത്താണ് ഈ രണ്ടാമത്തെ ഫോട്ടോ മാത്യുവിന് കിട്ടുന്നത്. സ്റ്റേഷന് തൊട്ടടുത്തുള്ള വാടക വീട്ടിലായിരുന്നു അയാളും കുടുംബവും അപ്പോൾ താമസിച്ചു വന്നിരുന്നത്. ആഹാരം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് വീട്ടിലെത്തിയ മാത്യു തന്റെ പുതിയ മേൽവിലാസം എഴുതിയ നിലയിൽ ഒരു കത്ത് സിറ്റൗട്ടിൽ കിടക്കുന്നത് കണ്ടു. അതിലും അയാളുടെ പുതിയ മേൽവിലാസം കൃത്യമായി എഴുതിയിട്ടുണ്ടായിരുന്നുവെന്നത് അയാളെ അത്ഭുതപ്പെടുത്തി. അയാൾ അതെടുത്ത് പൊട്ടിച്ചു നോക്കി. പാശ്ചാത്യ രാജ്യങ്ങളിൽ എവിടെയോ ഉള്ളൊരു വീടിന്റെ ഫോട്ടോയായിരുന്നു അതിലുള്ളത്. സത്യത്തിൽ അത് കണ്ടപ്പോൾ അയാളൊന്ന് പകച്ചു. ആദ്യത്തെ ഫോട്ടോ വന്നത് ഇടുക്കിയിലാണെങ്കിൽ രണ്ടാമത്തെ ഫോട്ടോ വന്നിരിക്കുന്നത് പത്തനംതിട്ടയിലുള്ള വാടക വീട്ടിലാണെന്ന സത്യം അയാളെ ചിന്തിപ്പിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആ കത്തുകൾ രണ്ടും വഴിതെറ്റി വന്നവയല്ലെന്നും കൃത്യമായി തന്റെ കയ്യിലെത്താനായി ആരോ അയച്ചതാണെന്നും അയാൾക്കപ്പോഴേക്കും മനസ്സിലായിരുന്നു. തന്റെ മേലുദ്യോഗസ്ഥരോടും സഹപ്രവർത്തകരോടുമെല്ലാം അയാൾ ഈ ചിത്രങ്ങളെപ്പറ്റി സംസാരിച്ചു. ആദ്യത്തെ കത്ത് പോസ്റ്റ് ചെയ്ത നിലയിലാണ് കിട്ടിയതെങ്കിൽ രണ്ടാമത്തെ കത്ത് ബൈ ഹാൻഡായി ആരോ വീട്ടിൽ കൊണ്ടിട്ട നിലയിലായിരുന്നു എന്ന വൈരുദ്ധ്യം അയാളെ ചില്ലറയൊന്നും അല്ല അലട്ടിയത്. കാര്യമായൊരു അന്വേഷണം പോലും നടത്താൻ അതിലൊന്നുമില്ലെന്ന വസ്തുത അയാൾക്ക് പൂർണ്ണമായും നിരാശയാണ് സമ്മാനിച്ചത്. അത് കിട്ടിയ നിമിഷം മുതൽ തനിക്കോ തന്റെ കുടുംബത്തിനോ എന്തെങ്കിലും അപകടമുണ്ടായേക്കുമോ എന്ന ചിന്ത അയാളെ അലട്ടിക്കൊണ്ടേയിരുന്നു. ആ രണ്ട് കത്തുകളിലുമുള്ള മേൽവിലാസങ്ങളിലെ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയാവുന്നത് അയാളുടെ പേരും മേൽവിലാസവും എഴുതിയ ആളുടെ കയ്യക്ഷരവും മാത്രമായിരുന്നു. അയാളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ തന്നെ കാലം കടന്നുപോയി. വർഷങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ശരിക്കും ഈ ഫോട്ടോകളുടെ കാര്യം തന്നെ അയാൾ മറന്നു. ഏകദേശം 3 മാസങ്ങൾക്ക് മുൻപ് അയാൾ DCP ആയി സർവീസിൽ നിന്ന് റിട്ടയർ ആവുകയും കോട്ടയത്ത് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്ന് സകുടുംബം താമസം ആരംഭിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ തന്റെ ഗേറ്റിലെ ന്യൂസ് പേപ്പർ ബോക്സിൽ നിന്ന് പത്രമെടുക്കാൻ നോക്കിയപ്പോൾ മാത്യു കണ്ടത് തന്നെ അന്വേഷിച്ചെത്തിയ 3ാമത്തെ കത്തായിരുന്നു. കോട്ടയത്തുള്ള അയാളുടെ യഥാർത്ഥ വീടിന്റെ മേൽവിലാസമായിരുന്നു അതിൽ എഴുതി ചേർത്തിരുന്നത്. കത്ത് പൊട്ടിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് കിട്ടിയ ഫോട്ടോയാണ് നിങ്ങളിപ്പോ കണ്ട 3ാമത്തെ ഫോട്ടോ. ഞാൻ ആ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി നോക്കി. മനോഹരമായൊരു 2 നില വീടും പോർച്ചിൽ കിടക്കുന്ന കോണ്ടസ കാറുമൊക്കെ ആ ഫോട്ടോയുടെ ഫോക്കസിൽ പെട്ടിരുന്നു. അലക്സി, ഇത് കോട്ടയത്ത് എവിടെയോ തന്നെയുള്ളൊരു വീടല്ലേ? അതെ ജോൺ, ഞാൻ ഈ സ്ഥലം കണ്ടിട്ടുണ്ടെന്നും പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ലെന്നും ഞാൻ അയാളോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അതിന് മറുപടിയായി അയാൾ എന്നെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ചിരിച്ചെന്നോ? മനസ്സിലായില്ല. പറയാം ജോൺ, ആ സമയത്ത് എനിക്കും അയാളുടെ ചിരിയുടെ അർത്ഥം മനസ്സിലായിരുന്നില്ല. ഞാൻ ആകാംക്ഷയോടെ അലക്സിയെ നോക്കി. അയാൾ ഒരു സിഗരറ്റ് കൂടി കത്തിച്ചു. അയാൾ ഈ 3 ഫോട്ടോകളുടെ രഹസ്യം അന്വേഷിച്ച് മടുത്തതിന് ശേഷമാണ് എന്നെ തിരക്കി വന്നതെന്ന കാര്യം അയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ അയാളുടെ മകനാണ് എന്നെ സജസ്റ്റ് ചെയ്തതെന്ന് ഇടയ്ക്കെപ്പോഴും അയാൾ സൂചിപ്പിക്കുകയും ചെയ്തു. പോലീസിന് യാതൊരു തുമ്പും കണ്ടെത്താൻ സാധിക്കാത്തൊരു കേസിൽ ഞാൻ കയറി അട്ടിമറി വിജയം നേടുമെന്ന് ധരിച്ചിട്ടൊന്നുമല്ല അയാൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ചിലപ്പോൾ ഒരിടത്ത് റിസൾട്ട് കിട്ടാതെ വന്നപ്പോഴുള്ള ഒരു അവസാന ശ്രമമായി അയാൾ എന്നെ കരുതുന്നുണ്ടാകാം. എന്തായാലും ശരിക്കും അയാളെ ആശ്വസിപ്പിക്കാനായിരുന്നു എന്റെ ശ്രമം. ആദ്യ 2 തവണ ഫോട്ടോ വന്നപ്പോഴും മറ്റു കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും അയാളുടെ മറുപടി ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ജോൺ. ഒരു പഫ് കൂടി എടുത്ത ശേഷം അലക്സി തുടർന്നു. ഈ 3ാമത്തെ ഫോട്ടോയിൽ കാണുന്ന വീട് അയാളുടെ സ്വന്തം വീട് തന്നെയാണ്. ഞാൻ ആ ചിത്രത്തിലേക്ക് അന്തം വിട്ടു നോക്കി. ആണോ? ഞാനും മുമ്പെപ്പോഴും ഈ വീട് കണ്ടിട്ടുണ്ട്, അത് തീർച്ചയാണ്. പക്ഷെ എവിടെയാണെന്ന കാര്യത്തിൽ മാത്രം ഒരു ഓർമ്മയും കിട്ടുന്നില്ല. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും കഷ്ടിച്ചൊരു 500 മീറ്റർ ദൂരമേ ഉള്ളൂ ഈ വീട്ടിലേക്ക്. എങ്ങോട്ടുള്ള റൂട്ടിൽ? കൊട്ടാരക്കരയിലേക്ക് പോകുന്ന റൂട്ടിൽ. അപ്പോൾ തീർച്ചയായും ഞാൻ കണ്ടിട്ടുണ്ടാവണമല്ലോ. നേരത്തെ ഒരു ട്രാവൽസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഇതുവഴി ഞാൻ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അലക്സി ആ ഫോട്ടോ കയ്യിലെടുത്തു. അയാൾ സ്ഥലം കൃത്യമായി പറഞ്ഞു തന്നപ്പോൾ എനിക്കും ഒരു ഏകദേശ ചിത്രം കിട്ടിയിരുന്നു ജോൺ. ലെൻസ് കൊണ്ട് ചിത്രം വ്യക്തമായി നിരീക്ഷിച്ച ശേഷം അയാൾ തുടർന്നു. ഇതിൽ യാതൊരുവിധ ഫെദറിങ്ങും ചെയ്തിട്ടില്ലെന്ന് ഞാൻ കട്ടായം പറയാം ജോൺ. മനസ്സിലായില്ല? ഫോട്ടോഷോപ്പിലോ മറ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിലോ കയറ്റി യാതൊരു വിധത്തിലുള്ള എഡിറ്റിംഗ് ചെയ്ത ചിത്രമല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എഡിറ്റിംഗ് സംബന്ധമായ കാര്യങ്ങളിൽ അത്ര പ്രാവീണ്യമില്ലാത്തതിനാൽ അലക്സി പറയുന്നതെല്ലാം തൊണ്ടതൊടാതെ വിഴുങ്ങാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. ജോൺ, ഫോട്ടോയിൽ സബ്ജക്റ്റ് ആയിരിക്കുന്ന വീട്
കൃത്യമായി ഫോക്കസ് ആവുകയും ബാക്കിയുള്ള ഒബ്ജക്ട്സ് കൃത്യമായും നല്ല രീതിയിൽ ബ്ലർ ആകുകയും ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ആധുനിക മോഡൽ DSLR ക്യാമറ ഉപയോഗിച്ച് പകർത്തിയ ഫോട്ടോയാണെന്നതിൽ സംശയമേ ഇല്ല. തിരക്കേറിയ മെയിൻ റോഡിൽ നിന്നും ഉള്ളിലേക്ക് അല്പം താഴ്ന്നു കിടക്കുന്ന ഒരു പുരയിടത്തിലാണ് ഈ വീടിരിക്കുന്നത്. ദാ ഇവിടെയായി ഒരു ട്രാൻസ്ഫോമറിന്റെ വലത്തേ അറ്റം അവ്യക്തമായി പതിഞ്ഞിട്ടുമുണ്ട്. അതിലെ കമ്പികൾ കാണുന്നത് കുറച്ച് ബ്ലറാണെങ്കിലും നമുക്കത് കമ്പിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോയിലേക്ക് എത്തി നോക്കി. അവ്യക്തമായി ഈ കമ്പിയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക അലക്സി? ശ്രദ്ധിച്ചു നോക്കൂ ജോൺ. അവ്യക്തമാണെങ്കിൽ കൂടിയും ആ കമ്പികളുടെ ചില ഭാഗങ്ങളിൽ തെളിച്ചം കൂടിയും ചിലയിടത്ത് തെളിച്ചം കുറഞ്ഞും കാണുന്നില്ലേ? അതിൽ തെളിച്ചം കുറഞ്ഞ് കാണുന്ന ഭാഗം ഓരോ കമ്പിയുടെയും തൊട്ടിടത് ഭാഗത്തുള്ള കമ്പിയുടെ നിഴലാണ്. ഞാൻ അന്തം വിട്ടു. അവ്യക്തമായി കാണുന്ന ഒരു ഭാഗമായിട്ട് പോലും നിഴലാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അതിസൂക്ഷ്മമായ നിരീക്ഷണം തന്നെ നടത്തണം. എനിക്കതിന് സാധിച്ചില്ലല്ലോ എന്നതായിരുന്നു അപ്പോഴത്തെ എൻ്റെ ചിന്ത. ചിത്രത്തിൽ അല്പം അകലെയായി കാണുന്ന ആ വീടാണ് ഒബ്ജക്റ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ ചിത്രത്തിൽ നിന്നും അതിന്റെ നിഴൽ മനസ്സിലാക്കിയെടുക്കുന്നതിനെ അപേക്ഷിച്ച് നോക്കിയാൽ ക്യാമറയ്ക്ക് തൊട്ടടുത്തുള്ള കമ്പികളുടെ നിഴലാണ് കൂടുതൽ നമുക്ക് സഹായകരമാകുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റിന്റെ തീവ്രത വെച്ച് നോക്കുമ്പോൾ ട്രാൻസ്ഫോമറിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് ഓരോ കമ്പികളുടെയും നിഴലുകൾ പോയിരിക്കുന്നത്. എന്നാൽ കിഴക്ക് ഭാഗത്തേക്ക് നിഴലുകൾക്ക് കുറച്ച് കൂടുതൽ ചരിവ് വന്നിട്ടുമുണ്ട്. പൂർണ്ണമായ ചിത്രത്തിലെ നിറത്തിൽ ഓറഞ്ചിന്റെ അംശം കലർന്നിട്ടുമുണ്ട്. ഇതിൽ നിന്നും ആ ഫോട്ടോ എടുത്ത സമയത്ത് സൂര്യന്റെ പൊസിഷൻ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും പറ്റും. ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ്. കറക്റ്റ് ജോൺ, നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫോട്ടോ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ദാ ഈ ഭാഗത്തുള്ള ട്രാൻസ്ഫോമറിന്റെ പുറകിലായി കുറച്ചകലെയാണ് വീടിന്റെ സ്ഥാനം. വീട് നന്നായി ചിത്രത്തിൽ ഫോക്കസ് ആയിട്ടുണ്ട്. അതുപോലെ ചിത്രത്തിന്റെ ഇടതുഭാഗത്തുള്ള ട്രാൻസ്ഫോമർ നന്നായി ബ്ലറായിട്ടുമുണ്ട്. അതായത് ഫോട്ടോ എടുത്ത ആൾ വീട് കൃത്യമായും ഫോക്കസ് ആക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ അലക്സി? അതെ, പക്ഷെ എന്റെ ചോദ്യം ഇതാണ്: കൃത്യമായി ഫോക്കസ് ചെയ്ത് DSLRൽ ചിത്രമെടുത്ത ഒരാൾ എന്തുകൊണ്ട് സൂം ചെയ്ത് സബ്ജക്റ്റായ വീടിന്റെ മാത്രം ചിത്രമെടുക്കാൻ തുനിഞ്ഞില്ല? അത് ഫോട്ടോ എടുക്കുന്ന ആളിന് ഇഷ്ടമല്ല അലക്സി. ഒരു പരിധിവരെയാണ് ജോൺ, സമ്മതിക്കുന്നു. പക്ഷേ ഈ കേസിൽ മാത്യുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഉദ്ദേശമെങ്കിൽ അയാൾക്ക് ആ വീടിന്റെ മാത്രം ഫോട്ടോയല്ലേ വേണ്ടത്? പക്ഷെ കുറച്ചുകൂടി സൂം ചെയ്തിരുന്നെങ്കിൽ വീട് ഫോട്ടോയിൽ കൃത്യമായി നിറഞ്ഞു നിൽക്കുമായിരുന്നു. ദാ മറ്റു 2 ചിത്രങ്ങൾ നോക്കൂ. അവയിൽ രണ്ടിലും അയാൾ ഉദ്ദേശിക്കുന്ന കെട്ടിടങ്ങൾ മാത്രമാണ് പതിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിൽ മാത്രം അത് അങ്ങനെയല്ല. അലക്സി പറഞ്ഞു വരുന്നത്, അതായത് അയാൾ എന്തുകൊണ്ട് സൂം ചെയ്തില്ല എന്ന എന്റെ ചോദ്യത്തിന് 2 ഉത്തരങ്ങളുണ്ട് എന്റെ കയ്യിൽ. ഒന്ന്, അയാളുടെ DSLR ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് റേഞ്ച് തീരെ കുറവാണ്. 18 mm മുതൽ 55 mm വരെ ഫോക്കൽ ലെങ്ത് ഉള്ള ചെറിയ ലെൻസ് ആയിരിക്കാം അയാൾ ഉപയോഗിക്കുന്നത്. കാരണം അതിൽ ഒപ്റ്റിക്കൽ സൂമിങ്ങിന് നല്ല ലിമിറ്റേഷൻ ഉണ്ട്. രണ്ടാമത്തേത്, അയാൾക്ക് സൂം ചെയ്യാനുള്ള സാഹചര്യവും സമയവും കിട്ടിയിരുന്നില്ല. മനസ്സിലായില്ല ജോൺ? ആ ഫോട്ടോയുടെ ആംഗിൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അയാളുടെ ക്യാമറയിലുള്ളത് ഫോക്കൽ ലെങ്ത് കുറഞ്ഞതോ കൂടിയതോ ആയ ലെൻസ് ആയിക്കോട്ടെ, അതൊക്കെ വിട്ടേക്കൂ. ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അയാളുടെ പൊസിഷൻ എവിടെയായിരിക്കുമെന്ന് മാത്രം ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും ആ ട്രാൻസ്ഫോമറിന് പിന്നിൽ. ഉറപ്പാണല്ലോ അല്ലേ? അതെ. അതിനർത്ഥം 5 മണി സമയത്ത്, കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഓഫീസുകളും സ്കൂളുകളും വിട്ട് റഷ് ആയിരിക്കുന്ന ഒരു ടൈമിൽ അയാൾ ആ തിരക്കേറിയ റോഡിൽ വന്നു നിന്ന് പബ്ലിക്കായി ഈ വീടിന്റെ ഫോട്ടോ എടുത്തിരിക്കുന്നു എന്നല്ലേ? രഹസ്യ സ്വഭാവമുള്ള ഒരു ഉദ്ദേശമാണ് അയാൾക്കുള്ളതെങ്കിൽ ഒരിക്കലും അത്രയും പബ്ലിക്കായി നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോ അയാൾ എടുക്കില്ല. മാത്രമല്ല, നിങ്ങൾ ഈ ഫോട്ടോയിലെ അപായ ചിഹ്നം ശ്രദ്ധിച്ചിരുന്നോ ജോൺ? തീർച്ചയായും. ഞാൻ ഇന്നലെ ഈ സ്ഥലം നേരിട്ട് പോയി കണ്ടിരുന്നു. ആ ട്രാൻസ്ഫോമറിലെ അപായ ചിഹ്നം തറനിരപ്പിൽ നിന്നും ഏകദേശം 1.25 മീറ്റർ മാത്രം ഉയരത്തിലാണുള്ളത്. അതിനെന്താ പ്രശ്നം? ജോൺ, നിങ്ങൾ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ കണ്ണിന്റെ ഉയരത്തിലല്ലേ പിടിക്കൂ? ആ, ശരിയാണല്ലോ. 1.25 മീറ്ററിൽ താഴെ ഉയരമുള്ള ഒരാളാണ് ഫോട്ടോ എടുത്തിരിക്കുന്നതെന്നാണോ അലക്സി ഉദ്ദേശിച്ചത്? അല്ല ജോൺ, അയാൾ നിന്നല്ല ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഓ, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ പോലെ തറയിൽ മുട്ടുകുത്തി ഇരുന്നാണെന്നാണോ അലക്സി? അങ്ങനെയല്ല ജോൺ. സാക്ഷി ഉണ്ടാകുമെന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അയാൾ ഒരിക്കലും ആ പബ്ലിക് പ്ലേസിൽ നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ഒരു ഫോട്ടോ എടുക്കാൻ മുതിരില്ല. പിന്നെ മാത്യുവിന്റെ വീടിന് മുന്നിലുള്ള പബ്ലിക് റോഡിൽ ഒരു വാഹനം ഒതുക്കി നിർത്തിയ ശേഷം
അതിലിരുന്നു കൊണ്ടാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് ജോൺ. അലക്സിയുടെ കണ്ടെത്തലിനെ കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചു നോക്കി. ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു. അയാൾ കാറിലിരുന്ന് ഫോട്ടോ എടുക്കുന്ന വിഷ്വൽ എൻ്റെ മനസ്സിലൂടെ പാഞ്ഞുപോയി. ഒരു നിമിഷം ഞാൻ അയാളായി മാറുന്നത് ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കി. ഞാൻ ആ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഡിസ്പ്ലേയിലെ ഫ്രെയിമിൽ ഇടതുവശത്തായി ബ്ലറായി കാണുന്ന ട്രാൻസ്ഫോമറും അല്പം ദൂരെയായി ഫോക്കസിലുള്ള മാത്യുവിൻ്റെ വീടുമെല്ലാം എനിക്കപ്പോൾ നല്ല വ്യക്തമായി കാണാമായിരുന്നു. ഞാൻ അറിയാതെ തന്നെ എൻ്റെ കൈവിരലുകൾ തനിയെ അതിൻ്റെ ലെൻസിൽ പിടിച്ച് തിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു. അങ്ങനെ പാർക്ക് ചെയ്തൊരു കാറിനുള്ളിൽ ഇരുന്നാണ് അയാൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ തീർച്ചയായും സൂം ചെയ്ത് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ അയാൾക്കുണ്ടല്ലോ. ആ ക്യാമറയിൽ ചെറിയ ലെൻസ് ആയിരിക്കാമെന്നുള്ള എൻ്റെ ആദ്യ നിഗമനം ഇപ്പോൾ കൃത്യമായില്ലേ ജോൺ? ശരിയാണ്. ഇപ്പോൾ കാര്യങ്ങൾ കണക്റ്റായി വരുന്നു. മാത്യുവിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിലിരുന്നാണ് അയാൾ ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ ഫോക്കൽ ലെങ്ത് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെൻസുമാണ്. നിങ്ങളുടെ കണ്ടെത്തലുകൾ പൂർണ്ണമായും ശരിയാണ് അലക്സി. നിങ്ങൾ ഈ ഫോട്ടോകളുടെ രഹസ്യം കണ്ടുപിടിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അയാൾ പുഞ്ചിരിച്ചു. നോക്കാം ജോൺ. കേസിനെ പറ്റി കൂടുതലൊന്നും പിന്നെ ഞങ്ങളൊന്ന് സംസാരിച്ചിരുന്നില്ല. ആഹാരം കഴിച്ച ശേഷം അല്പം നേരത്തെ കിടക്കണമെന്ന് ഞങ്ങൾ കരുതിയെങ്കിലും കോളേജിലെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്ന സമയം പോയി. അലക്സി എൻ്റെ മുറിയിൽ നിന്ന് പോയപ്പോൾ 1 മണി കഴിഞ്ഞിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നതിനാൽ ഞാൻ നന്നായി ഉറങ്ങുകയും ചെയ്തു. രാവിലെ തന്നെ അലക്സി വന്ന് എന്നെ വിളിച്ചുണർത്തി. ജോൺ, മാത്യു ഇന്നലെ രാത്രി മരിച്ചു. നമുക്ക് എത്രയും പെട്ടെന്ന് അയാളുടെ വീട്ടിലേക്ക് തിരിക്കണം. അയാൾ ചായ ഗ്ലാസ് എൻ്റെ നേരെ നീട്ടി. ഉറക്കപ്രാന്തിലായിരുന്നതിനാൽ അയാൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല. ചായ 2 സിപ്പ് കുടിച്ച ശേഷമായിരുന്നു അയാൾ പറഞ്ഞ വാചകം എൻ്റെ മനസ്സിൽ കൃത്യമായി പതിഞ്ഞത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അലക്സി, ആര് മരിച്ച കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്? നമ്മളെ 3 ഫോട്ടോകളുടെ കേസേൽപ്പിച്ച റിട്ടയർഡ് പോലീസ് ഓഫീസർ മാത്യു എബ്രഹാം ഇന്നലെ രാത്രിയിൽ കൊല്ലപ്പെട്ടു. ഞാൻ ശരിക്കും ഞെട്ടി. ഇന്നലെ രാത്രി നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ 2 തവണ അയാൾ എന്നെ വിളിച്ചിരുന്നു. ഫോൺ എൻ്റെ മുറിയിലായിരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ശബ്ദം കേട്ടിരുന്നില്ല. റൂമിൽ ചെന്ന ഉടനെ തന്നെ കിടന്നുറങ്ങിപ്പോയതുകൊണ്ട് ഞാൻ ഫോണിൽ അലേർട്ട് മെസ്സേജുകളും ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ അയാളെ തിരിച്ചു വിളിച്ചു നോക്കിയെങ്കിലും 3ാമത്തെ തവണ വിളിച്ചപ്പോഴാണ് ശരിക്കും കോൾ അറ്റൻഡ് ആയത്. ഫോൺ എടുത്ത ഏതോ ഒരു പയ്യനാണ് മാത്യു ഇന്നലെ മരണപ്പെട്ട വിവരം പറഞ്ഞത്. എങ്ങനെയായിരുന്നു? മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ. അയാൾ കൊല്ലപ്പെട്ടത് തന്നെ എന്നാണ് എൻ്റെ നിഗമനം. അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോകൾക്ക് തീർച്ചയായും അയാളുടെ മരണത്തിൽ വ്യക്തമായ പങ്കുണ്ടാകാം. ഒരു നിമിഷം ഞാൻ ആ ചിത്രങ്ങളെപ്പറ്റി ചിന്തിച്ചു. 26 വർഷത്തെ പഴക്കമുണ്ട് ആ ചിത്രങ്ങളുടെ കഥയ്ക്കെന്ന് ഞാൻ ഓർത്തു. കേവലം ഒരു ക്രിസ്ത്യൻ പള്ളിയുടെയും 2 വീടുകളുടെയും ചിത്രങ്ങൾ അയാളുടെ മരണകാരണമാവുന്നത് എങ്ങനെയാണെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. ജോൺ, പെട്ടെന്ന് റെഡിയാവൂ. നമുക്ക് എത്രയും പെട്ടെന്ന് മാത്യുവിന്റെ വീട്ടിലെത്തണം. അലക്സിയുടെ ശബ്ദം ഒഴുങ്ങിക്കേട്ടപ്പോൾ ഞാൻ ഷീറ്റും വലിച്ചെറിഞ്ഞിട്ട് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു.